വെള്ളം കുടിച്ചു കഴിഞ്ഞില്ല, ഇനി പുല്ല് തന്നെ. വാ 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 വാ, വായോ വായോ. ഇത് റിച്ച്മണ്ട് പാർക്കിൻ്റെ ഒരു പാർട്ടാണ്. ഏകദേശം 2000 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു പാർക്കാണ് റിച്ച്മണ്ട് പാർക്ക്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് റെയിൻഡിയർ ഏറ്റവും കൂടുതലായിട്ട്, കരയിലെ ഏറ്റവും വലിയ സസ്തനിയായ റെയിൻഡിയർ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ലണ്ടനിലെ ഒരു പ്രധാനപ്പെട്ട പാർക്കാണിത്. ഇവിടെ ഒത്തിരി റിഫ്രഷ്മെൻറ്റ് ഏരിയാസ് ഉണ്ട്. ഇവിടെ ഒത്തിരി ആൾക്കാർ വാക്കിങ്ങിന് വരുന്നതാണ്, എക്സസൈസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇവിടെ ഒത്തിരി ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഞങ്ങൾ ഇവിടെ ഒന്ന് ചില്ല് ചെയ്യാനായിട്ട് പപ്പയും മമ്മിയൊക്കെ ആയിട്ട് വന്നതാണ്. ഈ ഒരു റിച്ച്മണ്ട് പാർക്കിനകത്ത് തന്നെയുള്ള ഒരു റോസ് ഗാർഡനാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഏകദേശം 50-ലേറെ സ്പീഷ്യസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോസസ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഇപ്പോഴും നല്ല വെയിലായതുകൊണ്ട് കുറേ പൂക്കളെല്ലാം ഇതിനകത്ത് ഓൾറെഡി കരിഞ്ഞുണങ്ങി പോയിട്ടുണ്ട്. ഏകദേശം 2500 ഏക്കർ വിസ്തീർണമുള്ള ഈ പാർക്ക് നടന്നു കാണുക എന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ റിച്ച്മണ്ട് പാർക്കിനോട് ചേർന്ന് കിടക്കുന്ന റോസ് ഗാർഡൻ കണ്ടതിന് ശേഷം ഉടൻ തന്നെ ഞങ്ങൾ ബുഷി പാർക്കിലേക്ക് പോയി. മാനുകളെ കാണാനായിട്ടാണ് ഞങ്ങൾ റിച്ച്മണ്ട് പാർക്കിൽ പോയത്. എങ്കിലും ദിസോണയുടെ വീടിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് 2-3 മാനുകൾ നടന്നു പോകുന്ന മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ തന്നെ ഞങ്ങളുടെ അടുത്ത ഉദ്ദേശം മാനുകളെ കാണുക എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ബുഷി പാർക്കിലേക്ക് വെച്ച് പിടിച്ചു. ഈ ലണ്ടനിൽ തന്നെ ഏറ്റവും വലിയ പാർക്കുകളിലൊന്നാണ് ബുഷി പാർക്ക്. നഗരത്തിൻ്റെ ഈ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി സമാധാനവും പ്രകൃതിയുമായി അടുത്ത് നിൽക്കുന്ന റിച്ച്മണ്ട് പാർക്കിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പാർക്കാണ് ബുഷി പാർക്ക്. ഇത് ഹെംപ്റ്റൺ കോർട്ടിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. മാനുകളെ പോലെ തന്നെ സ്വാനുകളും ഈ ഒരു പാർക്കിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. ഈ ഒരു പാർക്കിൻ്റെ എൻട്രി ഭാഗത്തൊന്നും നമുക്ക് മാനിനെ കാണാൻ സാധിച്ചില്ല. അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ കൂട്ടിൽ പോയി പൊക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ കുറച്ചും കൂടെ പാർക്കിന് അകത്തോട്ട് പോയി. അങ്ങനെ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതല്ലേ കിടക്കുന്നത്. അവിടെ ഇഷ്ടം പോലെ മാനുകൾ ഈ കാട്ടിനകത്ത് തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. സ്വതന്ത്രമായി നടക്കുന്ന മാനുകളാണ് ഈ പാർക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പല ടൈപ്പിലുള്ള മാനുകൾ ഉണ്ട് ഇവിടെ. ഫോട്ടോഗ്രാഫിക്കായും പിക്നിക്കിനായും ഞങ്ങളെപ്പോലെ എത്തിയിട്ടുള്ള നിരവധി ആളുകളെ ഇവിടെ ഞങ്ങൾ കണ്ടു. ഫിറ്റ്നസ് ഫ്രീക്കേഴ്സായ നിരവധി ആളുകൾ സൈക്ലിങ്ങിനും ജോഗിങ്ങിനുമായി ഇതിൽ നടക്കുന്നത് ഞങ്ങൾ കണ്ടു. ആടിൻ്റെയും കാളയുടെയും സവിശേഷതകൾ ചേർന്ന ഒരു മൃഗമായിട്ടാണ് ഈ മാനുകളെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ആടിൻ്റെ എന്ന് തോന്നുന്ന പോലത്തെ ശരീരവും കാളയുടെ പോലെ തോന്നുന്ന കൊമ്പുകളും. വിൻ്ററിൻ്റെ അവസാന ഘട്ടത്തിൽ ഈ മാനിൻ്റെ കൊമ്പുകൾ പൊഴിഞ്ഞു പോയിട്ട് പുതിയത് വളർന്നു വരുമെന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. കൂട്ടം കൂട്ടമായിട്ടാണ് ഈ മാനുകൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ ഇവർ പ്രധാനമായിട്ടും ചെറിയ സസ്യങ്ങളും പൂക്കളും ഒക്കെയാണ് ഭക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പച്ചപ്പ് കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഈ മാനുകളെ കൂടുതലായിട്ട് കാണുന്നത്.
പാർക്കിനകത്തേക്ക് നടക്കുമ്പോൾ അവിടെ ശാന്തമായ തടാകങ്ങളും കിണറുകളും കാണാൻ സാധിക്കും. ഈ കിണറുകളും തടാകങ്ങളുമാണ് ഈ മാനുകൾ വെള്ളത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് കിങ്സ്റ്റൺ അപ്പോൺ തേംസിൽ ഉള്ളൊരു ബുഷി പാർക്കിലാണ്. ഇവിടെ ധാരാളമായിട്ടുള്ള മാനുകളെ ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റും. പല തരത്തിലുള്ള മാനുകളാണ് ഇവിടെ ഉള്ളത്. എല്ലാം ഇപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഇതിൻ്റെ തീരത്തേക്ക് ഇപ്പോൾ എത്തിയേക്കുന്നതാണ്. ഈ ബുഷി പാർക്കിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ കാണുന്ന ഈ ഡിയർ. 2 ടൈപ്പ് ഡിയേഴ്സാണ് ഇവിടെ ഉള്ളത്. ഇവർക്ക് വെള്ളം കുടിക്കാനായിട്ടൊക്കെ പ്രത്യേകമായിട്ട് നദി പോലെ ഇവിടെ ഉണ്ട്. ഇവിടെ വന്ന് വെള്ളം കുടിക്കുകയും ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ. സറാഫി, ഇഷ്ടപ്പെട്ടോ? ഡു യു ലവ് ഇറ്റ്? യെസ് ഓർ നോ? പ്രധാനമായും 2 ടൈപ്പ് ഡിയറുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. റെഡ് ഡിയർ ആൻഡ് ഫാലോ ഡിയർ. റെഡ് ഡിയർ എന്ന് പറയുന്നത് യൂറോപ്പിലെ ഏറ്റവും വലിയൊരു ടൈപ്പാണ്. ഇവയുടെ കൊമ്പുകളാണ് ഏറ്റവും പ്രത്യേകതയുള്ളത്. മരങ്ങളുടെ ശാഖകൾ പോലെയുണ്ട് ഇവയുടെ കൊമ്പുകൾ. രണ്ടാമത്തെ ടൈപ്പാണ് ഫാലോ ഡിയർ. ചെറുതും വളരെ സൗന്ദര്യം നിറഞ്ഞതുമായ ഇനമാണിത്. ഇവയുടെ ശരീരത്തിലെ തവിട്ട് നിറത്തിലെ ചെറിയ വെള്ള പൊട്ടുകൾ പോലെയുള്ള പാടുകൾ കാണാൻ സാധിക്കും. ചെറിയ പൊട്ടുകൾ ഇവരുടെ സൗന്ദര്യം കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൊമ്പ് വളരെ പ്രത്യേകതയുള്ളതാണ്. പക്ഷികളുടെ തൂവലിനോട് സാമ്യമുള്ളതാണ് ഇവയുടെ കൊമ്പുകൾ. അയ്യോ, കിടന്നു, പാവങ്ങളും അടുത്തു. ഒന്നും ചെയ്യത്തില്ല സറാഫിൻ. സറാഫിൻ എന്നതിനെ പേടിക്കുന്നു. അത് പറഞ്ഞിവര് കൊമ്പുണ്ടാകും, പക്ഷേ അടുത്ത ട്രിപ്പ് വരുന്നു. കൊമ്പില്ലാത്തത് വരുന്ന കണ്ടോ? കൊമ്പില്ല. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ റെഡ് സീസൺ എന്നാണ് അറിയപ്പെടുന്നത്. ഇവരുടെ പ്രജനന കാലഘട്ടമാണത്. ഏപ്രിൽ ജൂൺ മാസങ്ങളിലാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. 600-ലേറെ ഡിയറുകൾ സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു പാർക്കാണിത്. ഈ പാർക്കിൽ വരുന്നവർ പാലിക്കേണ്ട കുറച്ച് നിബന്ധനകൾ ഇവിടുത്തെ മാനേജ്മെൻറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് പ്ലാസ്റ്റിക്, മറ്റ് ഭക്ഷണ മാലിന്യങ്ങൾ ഇവിടെ ഉപേക്ഷിക്കരുത്. വാഹനങ്ങൾ ഡെസിഗ്നേറ്റഡ് ഏരിയയിൽ മാത്രം പാർക്ക് ചെയ്യുക. മാനുകളുടെ അടുത്തേക്ക് പോകരുത്. അധികം അവയുമായി കുറച്ച് ദൂരം പാലിക്കുക. അവർക്ക് ഭക്ഷണം നൽകരുത്. സെൽഫി എടുക്കാനായിട്ട് അവരുടെ അടുത്തേക്ക് പോകരുത്. അങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് ഇവർ നൽകിയിരിക്കുന്നത്. ഞാൻ 1-2 മാന ഇവിടെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. ഇത്ര ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. അങ്ങനെ മാനുകളുടെയും സ്വാനുകളുടെയും നാട്ടിൽ, അതെ, മാനുകളും സ്വാനുകളും ഉള്ള നാട്ടിൽ നമുക്ക് കാണാൻ പറ്റി. എല്ലാം ഒരുമിച്ച് ഒറ്റ ഫ്രെയിമിൽ. കുടുംബയാത്രയ്ക്ക് വേണ്ടിയോ ആഴ്ചയിൽ ഒരിക്കൽ വിശ്രമിക്കാനോ വേണ്ടിയിട്ട് ലണ്ടനിലുള്ളവർക്ക് തീർച്ചയായും തിരഞ്ഞെടുക്കാവുന്ന ഒരു പാർക്കാണ് ഈ ബുഷി പാർക്ക്. എന്നെ കണ്ടാൽ ഇതിനെല്ലാം മേയിച്ചുകൊണ്ട് പോകുന്ന ആളെ പോലെ ഉണ്ടോ? ഞാനാണ് ഇതുങ്ങളെല്ലാം മേയിക്കുന്ന ആള്. പോ മാനെ, പോക്കോ, പോയി പുല്ല് തിന്നെ, പോയി പുല്ല് തിന്നോളൂ. മകനെ, പോയി പുല്ല് തന്നെ. വെള്ളം കുടിച്ചു കഴിഞ്ഞില്ലേ? ഇനി പോയി പുല്ല് തന്നെ. വാ 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 വാ, വായോ വായോ. അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കണ്ട് ഇറങ്ങിയപ്പോൾ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഇച്ചായൻ അവിടെ ഒരു റൈഡ് നടത്തി.
അങ്ങനെ റിച്ച്മണ്ട് ആൻഡ് ബുഷി പാർക്കിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഒപ്പം തന്നെ യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷനായ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. ബായ്.